അടുത്ത 25 വർഷത്തേക്ക് നിങ്ങൾക്ക് 0 ബില്ലിലാ പോകാൻ പറ്റാം. സോ കടം വാങ്ങിയിട്ടും വെക്കാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം. ഒരു മാളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കൺസെപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സോളാർ ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ? സോളാർ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന ബിസിനസ് അത് റൂട്ടീൻ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് സോളാറിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങളെ റിക്കറിങ് കോസ്റ്റ് എന്ത് ചെയ്ത് കിട്ടും, കട്ടായിട്ട് കിട്ടും. അതായത് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ഇവിടെ ടാലിയാവും. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥാപനം, നിങ്ങൾ വലിയൊരു സ്ഥാപനം നടത്തുന്നു, നിങ്ങളൊരു 10 ലക്ഷം കാരൻ്റെ ബില്ലടിക്കുന്ന വിചാരിക്കും. ഈ 10 ലക്ഷം എല്ലാ മാസവും 1-ാം തീയതി 11-ാം തീയതി നിങ്ങൾ കാണണം, പ്ലസ് സാലറി കാണണം. ചിലപ്പോൾ സാലറി അതിന്റെ ഇക്വലന്റ് ആയിട്ട് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, 10 ലക്ഷത്തിന് അടുത്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് അതൊരു സോളാർ വെക്കുന്നതോട് കൂടിയിട്ട് ഹാഫ് പ്രൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്ത് കിട്ടാണ്. അടുത്ത 25 വർഷത്തേക്ക് നിങ്ങൾക്ക് 0 ബില്ലിലാ പോകാൻ പറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. 40% ക്ലെയിം ചെയ്യാം. 13.8% അടുത്ത് ടോട്ടൽ ടാക്സ് GST നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. സോ 53% അപ്പം തന്നെ പോയി. പിന്നെ അടുത്ത 2-ാമത്തെ കൊല്ലാമത്തേക്ക് അദ്ദേഹത്തിന് വെച്ച പൈസ 0 ആണ്. സോ കടം വാങ്ങിയിട്ടും വെക്കാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം.